മഴയായതുകൊണ്ട് വീട്ടിലങ്ങനെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കണതിൻ്റെ 1 മണിക്കൂർ മുമ്പ് അടുക്കളയിൽ കയറി ഞങ്ങൾ 3 നേരം എന്നിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങും. പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കും. കപ്പലണ്ടിയും ചായയൊക്കെ കുടിച്ച് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ഉച്ചയായി. ഉച്ചക്കപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ, അതിനുവേണ്ടി അടുക്കളയിൽ കയറിയേ പറ്റൂ. അപ്പോൾ അമ്മ കയറി ഓൾറെഡി ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കി. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ പയറ് കറി പയറാണോ പരിപ്പാണോ, ഇല്ല പയറാണ് ഗൈസ്, പയർ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. വൻപയർ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കയറെന്ന് ഗൈസ്, എന്താ അല്ലേ ഓരോ വെള്ളി. അപ്പോൾ കയറെന്ന് പറഞ്ഞപ്പോൾ പണ്ടുണ്ടല്ലോ ഗൈസ്, ഞാൻ ഈ സാമ്പാറും പായസമൊക്കെ നമ്മൾ സദ്യ കഴിക്കാൻ പോകില്ല. അപ്പോൾ ഞാൻ സാമ്പാറിനെ കയറി പായസമെന്നും പറയും, പായസത്തിനെ കയറി സാമ്പാറെന്നും പറയും. അങ്ങനത്തെ ഒരു തലതിരിഞ്ഞ സ്വഭാവമായിരുന്നു എൻ്റെ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ സാമ്പാറും പായസമൊക്കെ തിരിച്ചറിയാറായിട്ടുണ്ട്. അപ്പോൾ പയറും പരിപ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മാറിപ്പോകാറുണ്ട് കേട്ടോ. കാഴ്ചയിൽ മാറിപ്പോകാറില്ല, പേരിലാണ് കേട്ടോ ഗൈസ് മാറിപ്പോകാറ്. എനിക്ക് പയറും പരിപ്പൊക്കെ പേര് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാറുണ്ട് ഞാൻ. അപ്പോൾ അത് പയറെടുത്ത് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പല്ല, അതൊരു ക്രഷ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. ഇങ്ങനെ പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാറാണ് പതിവ്. ഇതിപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ഞാനൊരു ഷോർട്സിൽ കണ്ടതാണ്. കഞ്ഞി കുടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ മഴയത്തൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ അടിപൊളിയല്ലേ ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നാടൻ ഫുഡൊക്കെ മഴയത്ത് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതേ കറിയൊക്കെ അവിടെ ഒന്ന് സെറ്റാക്കിയിട്ടില്ല, പകുതിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നോർത്തു. കാരണം ഈ റൂത്താണെങ്കിൽ ഉണ്ടല്ലോ ഫുൾ അലമ്പാക്കി ഇടുക എല്ലാ റൂമും. ഈ പാവക്കുട്ടീനെയൊക്കെ അവൾ കളിക്കാറൊന്നുമില്ല, പക്ഷെ അവൾക്കിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ അവരെല്ലാവരും എടുത്ത് നിലത്തിടും. പാവത്തുങ്ങൾ അവിടെ മഴയൊക്കെ ആയിട്ട് സോഫയിലിരിക്കുന്നതായിരിക്കും. ഇവളെടുത്ത് പുറത്തിടുമ്പോൾ അവർക്ക് നല്ല തണുക്കില്ലേ. അപ്പോൾ ഞാൻ അവരെയൊക്കെ എടുത്ത് ഒന്നും കൂടെ സോഫയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം മാത്രം അവിടെ ഇരിക്കും, അപ്പോൾ തന്നെ അവൾ വന്ന് അവരെല്ലാവരും എടുത്ത് താഴ്ത്തിടും. പിന്നെ അലക്കാനുള്ള തുണിയെടുത്ത് നേരെ മെഷ്യത്തിലിട്ടു. പിന്നെ മെഷ്യത്തിൽ കിടന്ന തുണി എടുത്തുകൊണ്ട് പോയി വിരിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്ത റൂം എന്തിനാണ് ക്ലീൻ ചെയ്തതെന്ന് അറിയുക, ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ തുണികളെല്ലാം അഴയിലിടാനായിട്ടാണ് നമ്മൾ ആ റൂം ക്ലീൻ ചെയ്തത്. അങ്ങനെ സ്ഥലമൊന്നും ഉണ്ടായില്ല, ഞാൻ പിന്നെ എങ്ങനെയൊക്കെ സെറ്റാക്കി ഇട്ട് പിന്നെ എൻ്റെ റൂം നന്നായിട്ട് തുടച്ചടിച്ചൊക്കെ എടുത്തിട്ട് നമ്മുടെ കറി വെക്കാൻ വന്നു. എന്നിട്ട് കറി വെച്ചു. അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മൂമ്മേനായിട്ട് ഫുഡും കഴിച്ചു.